برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും അനുഗ്രഹിക്കുക റഹ്മാനെ. ഈ സുന്നത്ത് പഠിത്തമാർക്കെല്ലാം ആഫിയത്തുള്ള സിഹത്തുള്ള ദിർറ റഹ്മാനെ. സുന്നത്ത് പഠിത്തമാർക്കെല്ലാം ആഫിയത്തുള്ള സിഹത്തുള്ള ദിർറ റഹ്മാനെ. എല്ലാ ഖിദ്മത്തിലും ശരിക്ക് റഹ്മാനെ. എല്ലാ ഖിദ്മത്തിലും ശരിക്ക് റഹ്മാനെ. അവർക്ക് എല്ലാവരെയും രോഗങ്ങൾ ശിഫാക്ക് തമ്പുരാനെ. ദോഷങ്ങൾ പുറത്ത് റഹ്മാനെ. കാമില ഈമാൻ അനുഗ്രഹിക്കുക റഹ്മാനെ. ഈമാനോട് മോത്താകാൻ കരുമ വിവരിക്കാൻ ഞങ്ങൾക്കെല്ലാം ഭാഗത്ത റഹ്മാനെ. എല്ലാവരെയും ആഖിബത്ത് ഹന്നാക്ക് റഹ്മാനെ. ആഖിബത്ത് ഹന്നാക്ക് റഹ്മാനെ. അന്ത്യം ഹന്നാക്ക് റഹ്മാനെ. സൂൽ ഖാതിമൻ കാക്ക് റഹ്മാനെ. സൂൽ ഖാതിമൻ കാക്ക് റഹ്മാനെ. ആരെയും മോശം ചീത്തയായി മരിപ്പിക്കല്ലേ അല്ലാഹ്. അപകട മരണങ്ങളിലും പെട്ടെന്നുള്ള മരണങ്ങളും ദുർമരണങ്ങളെ കാക്ക് റഹ്മാനെ. അല്ലാഹു ഞങ്ങളെ എല്ലാവരെയും ഭീമാസനാമത്തായി മരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ധാരാളം സഹോദരിമാരും സഹോദരങ്ങളും ഉസ്താദുമാരും ദുആ ചെയ്തു റബ്ബേ. അവരെല്ലാവരെയും ദോഷങ്ങൾ പുറത്ത് റഹ്മാനെ. രോഗങ്ങൾ ശിഫാക്ക് തമ്പുരാനെ. കാമില ഈമാൻ കൊടുക്ക റഹ്മാനെ. ഈമാനോട് മോത്താകാൻ കലിമ വിവരിക്കാൻ അവർക്ക് ഞങ്ങൾക്ക് ഭാഗം താ റഹ്മാനെ. അവർ രോഗങ്ങൾ ശിഫാക്ക് തമ്പുരാനെ. മുറാദുൽ ഹാസിലാക്ക് റഹ്മാനെ. ദേശം പൂത്തിരിക്ക റഹ്മാനെ. സാമ്പത്തിക ശാരീരിക മാനസിക റഹ്മാനെ. തൊഴിലും ബിസിനസ് തമ്പുരാനെ. ആരെയും കടം കൊണ്ട് പരീക്ഷിക്കില്ല റഹ്മാനെ. മാരകമായ രോഗം പരീക്ഷിക്കില്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ രക്ഷിക്കുന്ന ഈ പരിപാടി പൂർണ്ണമായും വിജയത്തിലാക്കുക റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ തൃപ്തിയെ പ്രവർത്തിക്കാത്ത തമ്പുരാനെ. ഈ പരിപാടി പൂർണ്ണമായി കബൂൽ ചെയ്യൂ റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ കബൂൽ ചെയ്യൂ റഹ്മാനെ. അല്ലാഹുവേ സുന്നത്ത് ജമാഅത്തിൽ ധാരാളം കാലം പ്രവർത്തിക്കാൻ തൗഫീഖ് ഈ പണ്ഡിതന്മാരായ ഞങ്ങൾക്കെല്ലാം നൽകി റഹ്മാനെ. നിന്റെ യഥാർത്ഥമായ മുത്തഖീൻ റഹ്മാനെ. ഇഷ്ടദാസന്മാരെ പെടുത്ത റഹ്മാനെ. ആരെയും ദുനിയാവിൽ പരാജയപ്പെടുത്തുന്ന റഹ്മാനെ. ആരെയും വധിയത്താക്കല്ല റഹ്മാനെ. മാനം കടത്തല്ല റഹ്മാനെ. മാനക്കടാക്കല്ല റഹ്മാനെ. നിന്റെ മാതൃഫലങ്ങൾ സാധുക്കളായ രക്ഷിക്കുക റഹ്മാനെ. അല്ലാഹു ദുആ കബൂൽ ചെയ്യൂ റഹ്മാനെ. അല്ലാഹു ദുആ കബൂൽ റഹ്മാനെ. പരിശുദ്ധമായ ഹജ്ജിന് പ്രാവശ്യം പോകാൻ ആഗ്രഹിച്ച് അപേക്ഷ സ്വീകരിക്കുന്ന ഹാജിമാരെ അനുഗ്രഹിക്കുക റഹ്മാനെ. സഹായിക്കണേ റഹ്മാനെ. ഹജ്ജിന്റെ ഉംറയുടെയും ലാമിലും നിർവഹിക്കാൻ തൗഫീഖ് റഹ്മാനെ. ഒരു ബുദ്ധിമുട്ടും തരല്ല റഹ്മാനെ. ഒരു രോഗം തരല്ല റഹ്മാനെ. റഹ്മാനെ. എല്ലാ കൃത്യമായി നിർവഹിക്കാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകി റഹ്മാനെ. വീണ്ടും വീണ്ടും ഹർഫൈന് ശരീഫ് നിർവഹിക്കാൻ ഞങ്ങൾക്കെല്ലാം ഭാഗം താ റഹ്മാനെ. അല്ലാഹുവേ ഇസ്ലാമിനെയും മുസ്ലിമിനെയും നിശ്ചിതാക്കുക തമ്പുരാനെ. ലോകത്ത് മൊത്തം ഐക്യവും സ്നേഹവും ശാന്തിയും സമാധാനം റഹ്മാനെ. ഇന്ത്യ രാജ്യത്തും ഐക്യവും സ്നേഹവും ശാന്തിയും സമാധാനം റഹ്മാനെ. കേരള സംസ്ഥാനത്തും ഐക്യവും സ്നേഹവും ശാന്തിയും സമാധാനം നൽകി റഹ്മാനെ. ഓരോ മഹല്ലുകളിലും ഓരോ സ്ഥാപനങ്ങളിലും ഓരോ ഭവനങ്ങളിലും ഐക്യവും സ്നേഹവും ശാന്തിയും സമാധാനം നൽകി റഹ്മാനെ. എല്ലാവരെയും റഹ്മാനെ. റഹ്മാനെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الكفر والكافرين واذل اليهود والنصارى. اللهم اعدانا واعداءك واعداء الدين. اللهم انصر اخواننا في فلسطين. اللهم انصر جيش المسلمين في فلسطين. اللهم انصر اخواننا في كل مكان. اللهم اجعل اقوالنا وافعالنا واركاتنا سكناتنا في رضاك ومحبتك يا ارحم الراحمين. اللهم وفقنا لما تحب وترضى. اللهم وفقنا لطاعتك ولخدمة دينك ولإشاعة علومك ولتحسين مرضاتك يا ارحم الراحمين. اللهم ارزقنا فهم النبيين وحفظ المرسلين والهام الملائكة المقربين. اللهم احينا حياة العلماء وامتنا موت الشهداء واحشرنا في زمرة الانبياء والاولياء. اللهم اجعلنا من العلماء المقربين. اللهم اجعلنا من العلماء المقربين. اللهم اجعلنا من العلماء المقربين. رب اجعلنا من علماء النبيين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعلنا واجعل من مات منا من أهل الجنة ولا تجعلنا ولا إياهم من أهل النار. اللهم انصرنا معهم في ظل أرجلهم لا ظل إلا ظلك. اللهم اجمع بيننا وبينهم في دار جناتك الفردوس مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. إنه تعالى جواد كريم بر رؤوف رحيم. اللهم اجعل جنبنا هذا جنبا مرحوما وتفرقنا من بعد تفرقا معصوما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجب دعوتنا يا مجيب دعوة المضطرين. اللهم لا تردنا أيدينا وجعلنا مع الخائبين بما فضلك وكرمك يورك يا أكرم الأكرمين وبجاه نبيك حبيبك محمد صلى الله عليه وسلم. ببركات أصحاب البدريين ببركات شهداء البدريين ببركات من الأنبياء والأولياء المرسلين ببركات ما قرأناه من القرآن العظيم ببركات ما
في مجلسنا هذا ببركة ما نحن فيه. اللهم أصلح أمة سيدنا محمد، اللهم ارحم أمة سيدنا محمد، اللهم فرج عن أمة سيدنا محمد، اللهم تجاوز عن أمة سيدنا محمد، اللهم اغفر لأمة سيدنا محمد، اللهم انصر لأمة سيدنا محمد. صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. നാം പറഞ്ഞ ഫാത്തിഹ ഇഖ്ലാസ് മോദി സ്വലാത്തുൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ എല്ലാ മിസ്ല സവാബ് മഹാനായ ഉസ്താദിന്റെ ഹദറത്തിൽ റഹ്മാനെ മഗ്ഫിറത്തും മർഹമത്തും അനുഗ്രഹിക്കുന്ന റഹ്മാനെ, ആ ദർജയിൽ ഉയർത്തിക്കൊടു റഹ്മാനെ, ആ ദർജയിൽ റഹ്മാനെ, ആ ഉസ്താദിനെ കൊണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്കെല്ലാം ഭാഗം റഹ്മാനെ, ഉസ്താദ് സ്വാദികളായ ഭാഗങ്ങളെ ബർക്കത്ത് ചെയ്യുന്ന റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുന്നു. നമ്മുടെ ദുആ അല്ലാഹ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സാധുവായ ഭാഗം എനിക്ക് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ദുആയിലേക്ക് കടക്കുകയാണ്. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. الحمد لله حمدا يوافي نحو يكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه سيدنا مولانا محمد. اللهم صل وسلم بارك عليه. اللهم وصل وبلغ ثواب ما قرأناه من القرآن العظيم وما صليناه وما قلناه من قول لا إله إلا الله هدية إلى حضرة نبينا وحبيبنا مولانا مصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه وذرياته وأهل بيته والتابعين وإلى حضرات الصحابة والقرابة كلهم أجمعين وإلى حضرات الأنبياء والأولياء والعلماء والعظماء والشهداء والزهداء والصديقين والصالحين، خصوصا منهم إلى حضرة شيخنا محي الدين عبد القادر الجيلاني قدس الله سره العزيز، وإلى حضرة شيخنا سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره العزيز، وإلى حضرة شيخنا شيخ الحمد خواجة معز الاستجميري قدس الله سره العزيز، وإلى حضرة شيخنا وسندنا وأستاذنا باني مصر باقيات الصالحات شمس العلماء عبد الوهاب قدس الله سره العزيز، وإلى حضرة هذا المقمة الأستاذ سلام بسرى محمد بسرى قدس الله سره العزيز. اللهم انفعنا بهم بعلومهم وأسرارهم في الدارين. وإلى حضرات أساتذة الكرام وإلى حضرات آخر الخير أجمعين، وإلى أرواح من نغينا هذا خاصة، وإلى أرواح من دفن حول هذا المسجد خاصة، وإلى أرواح من مات منا من آبائنا وأمهاتنا وجدنا جداتنا وعمنا عماتنا وخالنا وخالاتنا وإخواننا وأخواتنا وأزواجنا وذرياتنا وأقاربنا وإلى أرواح جميع المؤمنين والمؤمنات. اللهم اجعلهم تصريفا وتكريما وتعظيما، اللهم اجعلهم صرفا على شرفهم وفضلا على فضلهم وكرامتنا كراماتهم لديك. اللهم احفظ علينا من صفاتهم، اللهم انفعنا بهم بعلومهم وأسرارهم في الدارين. وإلى روح من نوينا اللهم اغفر لنا واغفر لهم إنك أنت الغفور الغفار. اللهم ارحمنا وارحمهم إنك أنت أرحم الراحمين. اللهم اعفنا وعنهم يا أرحم الراحمين. اللهم اجمع بيننا وبينهم في دار جناتك الفردوس. റഹ്മാൻ റഹീം അല്ലാഹ് സാദിഖാണ് ദുആ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈ ദുആ കബൂൽ റഹ്മാനെ. ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് നിൽക്കുകയാണ് റഹ്മാനെ. അല്ലാഹു നിങ്ങൾ പാരായണ ഖുർആൻ അറിയാം, അവൻ ധാരാളം ഫത്ഹുൻ റബ്ബേ, ധാരാളം സലാത്തുൻ റബ്ബേ, ധാരാളം ദിക്റുൻ റബ്ബേ, ഇതിന്റെ എല്ലാ മിസ്ല സവാബ് ഇവിടെ ഒരുമിച്ച് ഇവിടെ ആരെയാണ് അല്ലാഹു അവർക്ക് അവരെ എത്തിക്കുക റഹ്മാനെ. ആ ഖബറിലേക്ക് എത്തിക്കുക റഹ്മാനെ. അല്ലാഹു ഇതിന്റെ സന്തോഷിയായ റഹ്മാനെ. ആ ഖബർ വിശാലമാക്കണം റഹ്മാനെ, പ്രകാശമാക്കണം റഹ്മാനെ, സ്വർഗ്ഗമാക്കണം റഹ്മാനെ. ദർജകളോട് റഹ്മാനെ, ആ ദർജകളുടെ റഹ്മാനെ, അവസ്ഥാനും മാതാവും പിതാവും ഭാര്യയും റബ്ബേ അവരെ അനുഗ്രഹിക്കുക റഹ്മാനെ. മഹോത്തോണ്ട് മറഹത്തോണ്ട് അനുഗ്രഹിക്കുക റഹ്മാനെ. ഈ മസ്ജിദിന്റെ എല്ലാ മുസ്ലിങ്ങളെ നീ അനുഗ്രഹിക്കുക റഹ്മാനെ. ഈ ഖബറിന്റെ വർക്കത്ത് കൊണ്ട്, ഈ ദിക്റിന്റെ വർക്കത്ത്, ഈ സദസ്സിന്റെ വർക്കത്ത് കൊണ്ടല്ല ഈ മസ്ജിദിന്റെ എല്ലാ ഖബറാളികളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്കെല്ലാം മഹോത്തും മറഹത്തും കൊടുക്കുക റഹ്മാനെ. ആ ഖബർ വിശാലമാക്കണേ റഹ്മാനെ, പ്രകാശമാക്കണേ റഹ്മാനെ, സ്വർഗമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ
ദക്ഷിണ കേരള ജമിയത്തുൽ നേതാക്കന്മാരായ ഷിഹാബുദ്ദീൻ ഉസ്താദ്, ഉസ്താദ്, കോയ ഉസ്താദ്, ഉസ്താദ് തുടങ്ങിയ എല്ലാ ഉസ്താദ്മാരെയും സന്ദർഭത്തിൽ ഓർക്കും റഹ്മാനെ. അവരെല്ലാം ദർജ റഹ്മാനെ, മഹത്വം അനുഗ്രഹിക്കും റഹ്മാനെ. അള്ളാഹു അവർ ഞങ്ങളെല്ലാം കബർ റഹ്മാനെ. അവർ ഞങ്ങളെ കബറി പരാജയപ്പെടുത്തൽ റഹ്മാനെ. ആഹ്റം സന്തോഷമാക്കി റഹ്മാനെ. ആഹ്റം ജയിക്കും റഹ്മാനെ. നിന്റെ നിഖാൻ അവർക്ക് ഞങ്ങൾക്ക് ഭാഗം റഹ്മാനെ. നിന്നെ കാണാൻ ഭാഗം റഹ്മാനെ. നിന്നെ കാണാൻ ഭാഗം റഹ്മാനെ. നിന്റെ മാത പതുകൊണ്ട് അവർക്ക് ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസ് റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസ് റഹ്മാനെ. ജഹന്നം നരകത്തിൽക്കാക്ക് റഹ്മാനെ. സലാമത്താക്ക് റഹ്മാനെ. നിന്റെ അനുഗ്രഹവും സഹായവും കാവലും കുഞ്ചാലും മഹത്വം കൊള്ളണം റഹ്മാനെ. അള്ളാഹു ദക്ഷിണ പണ്ഡിതന്മാരായ ജീവിക്കുന്ന പണ്ഡിതന്മാരായ എല്ലാ ഉസ്താദ്മാരെയും എനിക്ക് റഹ്മാനെ. ആ ഉസ്താദ് അഖ്ലമാതിനെ സ്വീകരിക്കും റഹ്മാനെ. ആ ഉസ്താദുകളെല്ലാം ദീർഘകാലം ഇതിനുവേണ്ടി സേവനത്തിന്, നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി സേവനം ചെയ്യാൻ തൗഫീഖ് നൽകി റഹ്മാനെ. ആ സേവനത്തെല്ലാം ഖബൂൽ ചെയ്യ് റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കും റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ പ്രവർത്തിക്കാൻ തമ്പുരാനെ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. 75ഓളം ഖത്മുകൾ തീർന്നിട്ടുണ്ട്. ദിക്റുകൾ ധാരാളമായി ചൊല്ലിയിട്ടുണ്ട്. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളെല്ലാമായി ഏകദേശം 313 അധികം യാസീനുകൾ ഓതി വെച്ചിട്ടുണ്ട്. എല്ലാം ബഹുമാനപ്പെട്ട ഖാലിദ് ഉസ്താദ് ദുആ ചെയ്യും. അതിനായി അവരെ സാദരം ശ്രമിക്കുന്നവരാണ്. അത്തരത്തോളം ഗുണങ്ങൾ, യോഗ്യതകൾ, മഹത്വങ്ങൾ, പ്രതാപം ഒക്കെ ഒത്തിണങ്ങിയ മഹാനായ പണ്ഡിതൻ അല്ലാഹു സാറിന്റെ ഖബറിടം സ്വർഗ്ഗത്തിന്റെ ഉദ്യാനമാകണം. ഈ തെക്കൻ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒഴുകിയെത്തുകയാണ്. ഇന്നിപ്പോ രണ്ട് സവിശേഷമാണ്. ബുദ്ധി സാമർത്ഥ്യത്തിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു നിന്നത് ചേലക്കുളം ഉസ്താദാണ്. അതോടൊപ്പം തന്നെ CM വലിയുള്ളാഹി തങ്ങൾ അവരും ഇവരോടൊപ്പം വാക്യശാലയത്തിൽ പഠിച്ചു കൊടുക്കുന്നവരാണ്. ഞാൻ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുമ്പോൾ CM വലിയുള്ളാഹിയുടെ മക്ബറ അവിടെ ചെയ്യാൻ പോയി. അപ്പം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കാര്യങ്ങൾ പഠിച്ചത് ആദരണീയനായ മൂസാ മൗലവി ഉസ്താദ് അപ്പം സ്വാഭാവികമായി അവരുടെ അത് എടുക്കുകയും അതിങ്ങനെ ആ പരിപാടിയുടെ തുടക്കം വരെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശീലമാണ്. പരിചയമുള്ളവർക്കും അറിയാം. അതുപോലെ തന്നെ മുത്താര ഒരു അതബിന് വേണ്ടിയിട്ട് അതബ് ചെയ്യുക. പക്ഷെ ചിലപ്പോൾ ഉസ്താദ് ദർസ് മുത്താര ചെയ്യാതെ ദർസ് ചെയ്യുമെങ്കിൽ ആ ദർസിനാണ് കൂടുതൽ പ്രസക്തി ലഭിക്കും. വളരെ വലിയമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ആശയങ്ങളൊക്കെ ആ നാവിൻ്റെ പച്ചത്തിൽ നിന്ന് ഇറങ്ങി വരും. പ്രസംഗ വൈഭവം അങ്ങനെയാണ്, ഭാഷാ വൈഭവം അങ്ങനെയാണ്. പ്രായത്തിൽ പണ്ഡിത സമൂഹത്തിൽ സ്പെല്ലിംഗ് വ്യത്യാസമില്ലാതെ മലയാളം സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന മഹാനായിട്ട് പണ്ഡിതൻ. എല്ലാ ഫന്നുകളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നയാളാണ്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ
ദീർഘകാല പ്രസിഡന്റായിരുന്ന റൈസുലുമ എം ശിഹാബുദ്ദീൻ മൗലവി ഉസ്താദ് നമ്മൾ സ്മരിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹം ചേലക്കുളം എന്നാണ് വിളിക്കുന്നത്. മന്നാനിയ അറബി കോളേജ് അതിൻ്റെ ഉദ്ഘാടനം ആലോചിച്ചപ്പോൾ ആരായിരിക്കണം ഇതിൻ്റെ പ്രിൻസിപ്പൽ? അപ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. റൈസുലുമ ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഒരു ഇൽഹാമ് പോലെ ചേലക്കുളം എന്ന് പറഞ്ഞു. അങ്ങനെ ചേലക്കുളം ഉസ്താദുകൾ അതിൻ്റെ ബാല്യാരിഷ്ടകാലത്ത് ചെറിയ പുട്ടുകുടത്തിൽ വെള്ളം കോരി വെച്ച് ഒതു ചെയ്തിരുന്ന ആ കാലത്ത് അതിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുക്കുകയും ആ സ്ഥാപനത്തെ വളർത്തി വികസിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അസാസ് ദഅവത്തുൽ ഇസ്ലാമിയ തുടങ്ങി. എനിക്ക് ആ സ്ഥാനത്തേക്ക് എൻ്റെ ഇതുപോലെ ഒന്ന് വളർത്തിയെടുക്കണം, ഞാൻ തൽക്കാലത്തേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിരിഞ്ഞു വന്നു. വീണ്ടും മന്നാനിയിൽ രണ്ടാം പ്രാവശ്യവും ഞങ്ങൾ വന്ന് കാല് പിടിച്ച് സ്ഥാനം കൊണ്ടുപോയി ചാർജ് എടുപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ആദരണീയനായ കെ എം മുഹമ്മദ് ഈസ മൗലവി ഉസ്താദ് അവറുകൾ ദക്ഷിണ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ അദ്ദേഹത്തെ ഉസ്താദ് എന്നെ സെലക്ട് ചെയ്ത് മന്നാനിയുടെ പ്രിൻസിപ്പളാക്കിയിട്ട് അവിടെ നിന്ന് ഒഴിവായി. പക്ഷേ ഉസ്താദിൻ്റെ ശരീരം കൊണ്ട് ഒഴിവായെങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ഒഴിവായിരുന്നില്ല. എപ്പോഴും മന്നാനിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ആദരണീയനായ വടകര ഉസ്താദ് അവരുടെ ബാല്യകാല സുഹൃത്തു കൂടിയായിരുന്നു ചേലക്കുളം ഉസ്താദ്. അവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ്. ബാക്കി അസാരിയത്തിൽ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് പാസ്സായവരാണ്. രണ്ടുപേരും കൂടി അടുക്കുമ്പോൾ ആ പഴയ അനുഭവങ്ങളെല്ലാം പറയാറുണ്ട്. ചേകന്നൂര് ബഹുമാനപ്പെട്ട ചേലക്കുളം ഉസ്താദിനോട് ഇത് നടത്താൻ പറഞ്ഞപ്പോ 1.5 പേജ് ഇരുന്ന ഇരിപ്പിൽ എവിടെ നിന്നാ നിർത്തിയത് എന്ന വാക്യം വായിക്കെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ചേലക്കുളം ഉസ്താദ് ദർസ് നടത്തിയപ്പോ ഓരോ ലഫ്ദിലും ഉസ്താദ് പറയുന്ന അർത്ഥം ഞാൻ കേട്ടപ്പോഴാണ് ഞാൻ അങ്ങ് പകച്ചുപോയി. കാരണം ഇതിന്റെ ശരിയായ മലയാളം അർത്ഥം ചേലക്കുളം ഉസ്താദ് പറയുന്നതാണല്ലോ. ഈ ഒരു വർഷത്തെ ദഅവത്തിന്റെ തുടക്കം ബഹുമാനപ്പെട്ടവരുടെ ഖബർ ഷരീഫിൽ നിന്ന് നമ്മൾ സിയാറത്തോട് തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു തെളിവ് പറയാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിളിച്ചു പറഞ്ഞ ആ വിളിച്ചു പറയൽ ലോകം മൊത്തം അംഗീകരിച്ചിരിക്കുന്നു എന്നാണ്. ഒരാളെ ഞാൻ ഇഷ്ടപ്പെടാൻ ഉദ്ദേശിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും, ഞാൻ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അത് തന്നെ ഈ കാണുന്നതല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഈ കാണുന്നതും ഈ വരുന്നതും എല്ലാം ഒരു പബ്ലിസിറ്റി അറിയിപ്പിന്റെ പേരിലുള്ള അള്ളാഹുവിന്റെ ഭാഗത്തുള്ള അറിയിപ്പ് കൊണ്ടിട്ടാണ്. റഹ്മാനായ തമ്പുരാൻ ഈ യോഗ്യതകളൊന്നുമില്ലാത്ത സാധുക്കളായ പാവങ്ങൾക്കെല്ലാം അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഇതുപോലുള്ള വലിയ ഭാഗ്യം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കപ്പെടാകട്ടെ. അൽഹംദുലില്ലാഹ് പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതെല്ലാം നമുക്ക് ചിന്തിക്കുവാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അനുകരിക്കാനും പറ്റിയ ഒരു വലിയ അമലാണ്. ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 70 വർഷത്തെ പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ ഇനിയൊരു പുതിയ പ്രവർത്തനത്തിലേക്ക് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ അതിജീവിക്കാനും സമൂഹത്തിനെ ഉദ്ധരിക്കാനും ഒക്കെ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് നീങ്ങണം എന്ന് ജമിയത്തുൽ ഉലമയുടെ ഉന്നതാധികാര സഭ തീരുമാനിച്ചപ്പോൾ ഒരു വർഷത്തേക്കുള്ള പ്രവർത്തന രൂപരേഖ നമുക്ക് തുടങ്ങാൻ, അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ ബഹുമാനപ്പെട്ട ഇതിൻ്റെ നേതാക്കളാവുന്ന മഹത്തുക്കളെല്ലാം സന്ദർശിച്ച് അതിൻ്റെ സമാപനം മഹാനായ ചേലക്കുളം അബുൽ ഉഷറ ഉസ്താദ് നവറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ ഹദറത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തീരുമാനിക്കുമ്പോൾ ഇത് തന്നെയാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഇതര പ്രസ്ഥാനങ്ങളിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്തെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്ന ഒരു ശൈലിയല്ല. തികച്ചും അഷ്റഫുൽ ഖൽഖ് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ട് അവിടുത്തെ നടപടികളെ അംഗീകരിച്ചും അനുകരിച്ചും നടത്തുന്ന ഒരു പ്രസ്ഥാനമാണെന്നുള്ളതിന്റെ തെളിവാണ്. കാരണം
മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം വന്നുപോയതിന് ശേഷം അവസാന കണ്ണിയാകുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹം ഇന്ന് ദക്ഷിണകേരളത്തിൽ അഭിമുഖീകരിക്കുന്ന പോലെ പുതിയ പുതിയ പ്രശ്നങ്ങളും പുതിയ പുതിയ വാദങ്ങളുമായി വരുന്നവരിലേക്ക് ദഅവത്തുമായി ഇറങ്ങിച്ചെല്ലാൻ ഒരുങ്ങുന്ന നിബിത്തങ്ങളോട് അല്ലാഹുവിന്റെ നിർദ്ദേശം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറകനാ ഹൗലഹു. പരിപാവനമായ മക്ക ശരീഫിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ ചെന്ന് എന്താ ചെയ്യുക? അല്ലെ നുരിയഹു, അവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ കാണാൻ. ഹൗലഹു ബാറകനാ ഹൗലഹു, അതിന്റെ ചുറ്റുവട്ടമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ താഴെ ഏറ്റവും കൂടുതൽ അല്ലാഹു അനുഗ്രഹിക്കപ്പെട്ട മഹത്തുക്കൾ അടക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുവട്ടം. 60 ഏക്കറിൽ ചില്ലുവാനം വരുന്ന സ്ഥലത്തെല്ലാം അമ്പിയാക്കന്മാർ അടക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് സിയാറത്ത് നടത്തിയതിന്റെ ശേഷം ദഅവത്തിലേക്ക് പ്രവേശിക്കുക. ഒരു പുതിയ തലമുറയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. അവർക്ക് പല പ്രശ്നങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പോലെ അല്ല നബിയെ, അവിടെ നീ ദൗത്യം ഏറ്റെടുത്ത് തുടങ്ങുമ്പോൾ അത് സിയാറത്ത് കൊണ്ടിട്ട് തുടങ്ങണമെന്ന് അല്ലാഹു തആല നിർദ്ദേശിച്ചുവെങ്കിൽ ഇന്ന് സമുദായം നേരിടുന്ന വെല്ലുവിളി നമ്മുടെ മുൻഗാമികളായ ഉലമാക്കളോ ഒന്നും നേരിടാത്ത വിധത്തിലുള്ള വെല്ലുവിളികളാണ്. യുക്തിവാദവും നിരീശ്വരവും അതെല്ലാം കൊടികുത്തി വാഴുമ്പോൾ ഈ കാണുന്ന ഈ മനോഹരമാകുന്ന ഈ ചിഹ്നങ്ങളെല്ലാം അവമതിക്കും, അവഗണിക്കുമ്പോൾ, നിസ്സാരപ്പെടുത്തുമ്പോൾ ഇതിനെല്ലാം നിസ്സാരപ്പെടുത്തലും അവഗണിക്കലും പരിഹസിക്കലുമെല്ലാം സമുദായത്തിൻ്റെതല്ല, സമുദായത്തിന്റെ നാശത്തിനാണ് എന്ന് ജനത്തെ ഉത്ബുദ്ധരാക്കാനുള്ള ഒരു പുതിയ പ്രവർത്തന മേഖലയിലേക്ക് 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന രൂപരേഖ നമ്മുടെ ബഹുമാനപ്പെട്ട CA ഉസ്താദ് അവറുകൾ ജമിയത്തിന്റെ യോഗത്തിൽ അവതരിപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് ഇവിടെ ഔദ്യോഗികമായി മഹത്തുക്കളാവുന്ന നമ്മുടെ റئീസ് മഹാനായ KP അസ്ഹറത്ത് അടക്കമുള്ളതായ മഹാന്മാരുടെ തൊടിയൂർ ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളുടെ സാന്നിധ്യത്തിൽ അതിവിടെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്നത് സിയാറത്ത് കൊണ്ടിട്ടാണെങ്കിൽ ഇന്നലെ വരെ നമ്മുടെ മഹത്തുക്കളായ നേതാക്കളെ എല്ലാം നമ്മുടെ ഉസ്താദന്മാർ സിയാറത്ത് ചെയ്തു കഴിഞ്ഞു. അതിന്റെ സമാപനമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പൊ ഈ സിയാറത്തിന്റെ പിന്നിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആധുനിക യുഗത്തിലെ ദഅവത്താണ്. ഇതിന് നമ്മൾ സമാപനമായി കണ്ടെത്തിയിരിക്കുന്ന മഹാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മമ്മക്കുട്ടി ഹളറത്ത് എന്ന് പറയുന്ന മഹാനവർ. അല്ലാഹു അദ്ദേഹത്തിന്റെ ആഫിയത്തോടുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മറ്റാരും എന്നോട് പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഹസറത്ത് അവറുകൾ അതിരാമ്പട്ടണത്തെ കിരീടമില്ലാത്ത രാജാവാണ്. നമ്മ പോയി കണ്ടിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ദീർഘകാലം അദ്ദേഹത്തിന്റെ നിറഞ്ഞ ഇൽമ സമുദായത്തിന് പകർന്നു കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹുവിനെ എളുപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ടവർ എന്നോട് നേരിട്ട് സംസാരിച്ചൊരു കാര്യം ഞാൻ ഈ പറയുന്നത്. ബഹുമാനപ്പെട്ട ചേലക്കളം ഉസ്താദ്, ബാവാ ഉസ്താദ് എന്നെ അങ്ങനെ വിളിക്കുക, ചുമ്മാ ബാവാ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മതി. എന്നോട് പറഞ്ഞു, ഉസ്താദെ, ബാവാ ഉസ്താദെ, ഈ ചേലക്കളം ഉസ്താദ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇർഷാദി യാഫി ഞാൻ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടക്കം എല്ലാ കുട്ടികളും എഴുന്നേറ്റ്. അപ്പൊ ബഹുമാനപ്പെട്ട ചേലക്കളം ഉസ്താദ് പറഞ്ഞു, എന്തിനാണ് എഴുന്നേറ്റ്? ദർശനം എടുക്കല്ലേ, അവിടെ ഇരുന്ന് നടത്ത്. ഞാൻ അപ്പുറത്ത് ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അവിടുന്ന് ഒരു ബർക്കത്തിന് ഒരു 2 വാക്ക് കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഉസ്താദിന്റെ മഹത്വവും ഉസ്താദിന്റെ സ്ഥാനവും ഉസ്താദിന്റെ വലിപ്പവും ഇൽമിന്റെ അഗാധതയും എല്ലാം നമ്മൾ പല പ്രാവശ്യവും കേട്ട് വിശിഷ്ട തെക്കൻ കേരളത്തിലുള്ള ഉലമായിനും ഏകദേശം വടക്കൻ കേരളത്തിലുള്ള ഉലമായിനും പോലും ബോധ്യപ്പെട്ടാണ് മഹാനുകളുടെ ഇൽമിന്റെ വലിപ്പവും സ്ഥാനവുമെല്ലാം. മഹാനായ ഷേഖുനായുടെ ഗുരുനാഥൻ എടപ്പള്ളി ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ, ഇന്നലെ അവിടെ നിന്ന് ഞങ്ങൾ സിയാറത്ത് ചെയ്യുമ്പോൾ ആ സമയത്ത് ചേലക്കളം ഉസ്താദിനെ കുറിച്ച് മഹാനായ ഗുരുനാഥനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് ആ സമയത്ത് ഉസ്താദിന്റെ ഖബറിൽ നിന്ന് മഹാനായ ഷെയ്ഖുന ചേലക്കുളം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ അബ്ദുൽ വഹാബ് ഷൈറാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലൈസൽ മുരീദു മൻ യഫ്തഖിറു ബിശൈഖിഹി ബലിൽ മുരീദു യഫ്തഖിറു ശൈഖുഹു ബിഹി. യഥാർത്ഥ ശിഷ്യൻ എന്നത്, യഥാർത്ഥ അനുയായികളും ശിഷ്യൻ എന്ന് പറഞ്ഞാൽ
ലൈസൽ മുരീദ് മൻ യഫ്തഖിറു ബി ശൈഖിഹി. എൻ്റെ ഉസ്താദ്, എൻ്റെ ഗുരുനാഥൻ, എൻ്റെ ഷെയ്ഖ് വലിയ ആളായിരുന്നു, മഹാനായിരുന്നു, ഒരു വലിയ മഹാനായിരുന്നു എന്ന് ശിഷ്യന്മാര് പുകഴ്ത്തി പറയുന്ന ആളല്ല യഥാർത്ഥത്തിൽ ഒരു ഉസ്താദിന്റെ യഥാർത്ഥ ശിഷ്യൻ, യഥാർത്ഥ മുരീദ്. വലിൽ മുരീദു മൻ യഫ്തഖിറു ശൈഖുഹു ബിഹി. യഥാർത്ഥ മുരീദ് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ സ്വഹാബ എന്ന് പറഞ്ഞാൽ ആ ഗുരുനാഥൻ, ആ ഷെയ്ഖ് തന്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ആ ശിഷ്യന്മാർ, ഇതാണ് എന്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അഭിമാനം കൊള്ളുന്നവർക്ക് ശിഷ്യന്മാർ ഉയർന്നു വരുമ്പോഴാണ് ഷെയ്ഖ് എന്നത് മഹത്തായ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന് മഹാനായ ഷെയ്ഖ് അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, മഹാനായ ചേലക്കുളം ഉസ്താദിനെ അറിയാൻ, ചേലക്കുളം ഉസ്താദിന്റെ മഹാന്മാരായ ശിഷ്യന്മാരും മഹാനായ സയ്യിദ് ഉസ്താദ് പോലെയുള്ള തൊടുപുഴ, അതുപോലെ കുഴുവേലിപ്പടി അനേകം ശിഷ്യന്മാരുടെ ഗുരുനാഥനായ കുഴുവേലിപ്പടി അഹമ്മദ് മൗലവിയെ പോലെയുള്ള മഹാരഥന്മാരായ എം യൂസുഫ് മൗലവി തുടങ്ങിയുള്ള മഹാരഥന്മാരായ ശിഷ്യന്മാർ, അവർക്ക് ആവശ്യന്മാർ, അവരെ നോക്കിക്കൊണ്ട് ഇതാണ് എന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളാൻ ശേഖന് കഴിയുന്ന അവസ്ഥയിൽ, ആ അവസ്ഥയിലേക്ക് മഹാനായ ശേഖുന ബഹുമാനപ്പെട്ട ചിലപ്പോൾ ഉസ്താദുകളുടെ ഉദ്ധരണ മഹാനായ ഷാദുൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, തങ്ങൾ ഇത്രയും എല്ലാ ഇമാമികളും കിതാബുകളൊക്കെ എഴുതുന്നത് ഒരു പിൻഗാമികൾക്ക് വേണ്ടി, തങ്ങൾ എന്തുകൊണ്ട് എഴുതുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഷാദുൽ റളിയല്ലാഹു തആല പറഞ്ഞു, എന്റെ കിതാബ് എന്റെ ശിഷ്യന്മാരാണ്. എന്റെ ശിഷ്യന്മാർ കണ്ടാൽ ഞാൻ എന്താണ് പഠിപ്പിച്ചതെന്നും ഞാൻ എന്താണ് പ്രചരിപ്പിച്ചതെന്നും എന്റെ ഇൽമ എന്താണ് എന്നും എന്റെ ശിഷ്യന്മാരെ നോക്കിയാൽ അറിയാമെന്ന് ഷാദുൽ റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ അനേകം ശിഷ്യന്മാരെ വാർത്തുവിട്ടുകൊണ്ട് ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി ശിഷ്യന്മാരുടെ അവസ്ഥയിലേക്ക് ഉയർന്ന ദർജയിലേക്ക് എത്താൻ അല്ലാഹു തആല തൗഫീഖ് കൊടുത്ത മഹാനായ ശൈഖുനാ ചേലക്കുളം ഉസ്താദിന്റെ മഖാം ഇത്രയും ആളുകൾക്ക് അല്ലാഹുവേ നീ ദർജ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. ആ മഹാന്മാരോടൊപ്പം പിൻഗാമികളായി വരുന്ന ഞങ്ങൾക്കും പടച്ചാമ്പുരാൻ നിന്റെ അനുഗ്രഹീതമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നേടുന്ന റഹ്മാനെ, ഈ മഖാമിൽ വെച്ച് ഭാഗ്യം ഞങ്ങൾ തുടങ്ങുന്ന ഈ സിയാറത്ത് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന 70 വർഷം 7 പതിറ്റാണ്ട് പിന്നിട്ട് തുടക്കം കഴിയുന്ന ഈ മഹത്തായ പരിപാടി എല്ലാ ജനത്തും വിജയത്തിൽ എത്തിക്കുന്ന റഹ്മാനെ. അന്നസീമിൽ ഉൾപ്പെടെ നമ്മുടെ ഫത്വയുടെ ചാർജ് വളരെ ഗൗരവമായും വളരെ ആധികാരികമായും നടത്തുന്ന, നമുക്കെല്ലാവർക്കും അഭിമാനവും നമുക്കെല്ലാവർക്കും സന്തോഷവുമുള്ള നമ്മുടെ അഭിമന്യരായ നേതാവ് ബഹുമാനപ്പെട്ട MB അബ്ദുൽ ഖാദർ ഉസ്താദ് MFB മഹാനവറുകൾ നിങ്ങളുടെ എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ നമ്മൾ ഇന്ന് രണ്ടും സംയുക്തമായി നമുക്ക് നടക്കുന്നത്. അഭിമന്യരായ ചേലക്കുളം ഉസ്താദ് ദക്ഷിണ ചേലക്കുളം ഉസ്താദാണ്. ആ നിലയ്ക്ക് രണ്ട് പരിപാടി എന്നില്ലാതെ രണ്ടും സമ്മിശ്രമായ നിലയ്ക്ക് ഒരുമിച്ച് മഹത്തായ പരിപാടി കൃത്യസമയത്ത് ഇൻഷാ അല്ലാഹ് ആരംഭിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റും സർവാദരണീയനും തെക്കൻ കേരളത്തിന്റെ പ്രകാശ ദീപവുമായ അഭിമന്യരായ ശൈഖുനാ KP ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ഇങ്ങോട്ട് വരുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ വീട്ടിലുണ്ട്. ഇവിടെ എത്തുന്ന താമസത്തോടെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഫാത്തിഹ തുടങ്ങും. അപ്പം അതിനു മുമ്പ് അഭിമന്യരായ ഇപ്പം നമ്മളെല്ലാം ഇവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ചേലക്കുളം ഉസ്താദ് അവരുടെ ഒരു അനുസ്മരണം ഫാത്തിഹയ്ക്ക് മുമ്പ് പറയുന്നതിന് ബഹുമാനപ്പെട്ട MB അബ്ദുൽ ഖാദർ ഉസ്താദ്, ബഹുമാനപ്പെട്ട MM ബാബ ഉസ്താദ് 2 മിനിറ്റ് കുറഞ്ഞ സമയം കുറഞ്ഞ വാക്കുകളിൽ നമ്മളോട് സംസാരിക്കും. അത് കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയ നേതൃത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിത പടുക്കന്മാർ നേതൃത്വം നൽകുന്ന പ്രൗഢഗംഭീരവും പ്രൗഢോജ്ജലവും വർണ്ണശബളവുമായ യാത്ര ഈ വഴിത്താരകളെ സജീവമാക്കി കടന്നു വരികയാണ്. ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ ഒരു ജീവിതത്തിന്റെ ആയുഷ് കൊണ്ട് സമ്പന്നമാക്കിയ അർത്ഥഗംഭീരമാക്കിയ ദക്ഷിണയുടെ സമുന്നതരായ നേതാക്കന്മാർ അണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ ഉജ്ജ്വലമായ വർണ്ണശബളമായ
മഹനീയമായ ആഘോഷങ്ങളുടെ ഭാഗമായി സൈനുലുലമ ശൈഖുന ചേലക്കുളം ഉസ്താദിന്റെ കബറിടത്തിൽ നിന്നും സമാരംഭം കുറിച്ച ഉജ്ജ്വലമായ പ്രൗഢമായ യാത്ര, ശ്രദ്ധേയമായ യാത്ര, ചരിത്രത്തിന്റെ ഭാഗമായി നാളെ അടയാളപ്പെടുത്തുന്ന 7 പതിറ്റാണ്ട് നീണ്ട ഉത്ഥാന പതനങ്ങളിൽ അകപ്പെട്ടു പോയ മുസ്ലിം ഉമ്മത്തിന് ജീവവായു നൽകിയ, ആത്മജ്ഞാനം നൽകിയ, എഴുന്നേറ്റ് നിൽക്കാൻ കരുത്തു നൽകിയ ഉജ്ജ്വലമായ പണ്ഡിത പ്രസ്ഥാനം ഇതാ അതിന്റെ 70ാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആദരണീയനും കരുത്തനുമായ പ്രസിഡന്റ് ഷെയ്ഖുന സൈനുൽ ഉലമ ചേലക്കുളം ഉസ്താദിന്റെ കബറിടത്തു നിന്നും സമാരംഭം കുറിച്ച പണ്ഡിത വരേണ്യരായ മഹാരഥന്മാരുടെ